നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മെയ് മാസം 6-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 23-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രം ശുഭനക്ഷത്രമാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വ എന്ന് പറയുമ്പോൾ ശരിക്ക് പൊതുവേ പാവഗ്രഹങ്ങളിൽ വളരെ ശക്തനായിട്ടുള്ള ഗ്രഹങ്ങളിലൊന്നാണ് ചൊവ്വയും. ശത്രുക്കളുടെ എണ്ണം കൂടും. അതുപോലെ ചില ആക്സിഡൻറ്റോ അതുപോലെയുള്ള പ്രശ്നങ്ങളോ മുറിവ് ചതവുകളുണ്ടാവുക, പൊള്ളലേക്കുക, ഇതിനൊക്കെ ഇടവരുന്ന ദിവസം ആയതുകൊണ്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതായത് ശരിക്ക് അടുക്കള പണിയൊക്കെ ചെയ്യുന്നവർ, അതുപോലെ യന്ത്രസാമഗ്രികൾ കൈകാര്യം ചെയ്യുന്നവർ ഒക്കെ കുറച്ച് സൂക്ഷിച്ച് വാഹനമൊക്കെ ഓടിക്കുന്നവർ പോകണം. അതുപോലെ നമുക്ക് ഒരു വർഷത്തെ മേടമാസത്തിലെ മകനക്ഷത്രം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നല്ല ഒരു ദിവസമാണ് മകനക്ഷത്രം. പക്ഷേ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ചൊവ്വാഴ്ചയാണ് വന്നിരിക്കുന്നത്. ഒരു വർഷത്തെ ഫലമാണ് ചൊവ്വാഴ്ച ബർത്ത്ഡേ വരിക എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ചൊവ്വ വന്നിരിക്കുന്നതിൻ്റെ പേരിൽ ശരിക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാവും. ശത്രുത, കേസ് വഴക്കുകൾ, മുറിവ് ചതവ്, മുറിവ്, സർജറി ഇവയൊക്കെ വരിക, അതുപോലെ തീപ്പൊള്ളലേക്കുക, ഇതൊക്കെ ഉണ്ടാകാനിടയുള്ള ഒരു വർഷമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നറിയുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്കിത് വരാതിരിക്കാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ച് പോവുക. നമ്മൾ തന്നെ വിചാരിച്ചാലേ ഇതിന് ശമനം വരുത്താൻ പറ്റുള്ളൂ. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ, മുരുക ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തുക. അതിന് ഒപ്പം തന്നെ ഒരു സുബ്രഹ്മണ്യ യന്ത്രം, അപകടങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കുക. നിങ്ങളുടെ ദോഷത്തിന് ശമനം വരും എന്നുള്ളതിന് സംശയം വേണ്ട. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പോകണം. രാവുകാലം 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3:27 തൊട്ട് ശരിക്കും പറഞ്ഞാൽ 5 മണി വരെയാണ് രാവുകാല സമയം. ഈ സമയം ശുഭയാത്രയ്ക്ക് തിരിയുന്ന യാത്രയിൽ ചെറിയ അപകടങ്ങളോ അസ്വസ്ഥതയൊക്കെ വരുമെന്ന് കണ്ടതുകൊണ്ട് നമ്മൾ ആ ദിവസം നമുക്ക് പൊതുവേ യാത്രയ്ക്ക് രാവുകാലം നോക്കി യാത്ര തിരിക്കുന്നതാണ് ഉത്തമം. അതുപോലെ ഗുളികകാലവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നത്തെ ഗുളികകാല സമയം 12:21 തൊട്ട് 1:54 വരെയും, യമകണ്ഠ കാല സമയം 9:15 തൊട്ട് 10:48 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കരുത്. അതുപോലെ തന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നമുക്കിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ, അങ്ങനത്തെ അവസ്ഥ വരും. കാരണം ചില ബിസിനസ്സിൽ ഇടപെടാനോ, ചില ഡോക്യുമെൻറ്റുകൾ ചെയ്യാനോ, ചില എഗ്രിമെൻറ്റുകൾ വയ്ക്കാനോ ഒക്കെ നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഇന്നത്തരം കഴിഞ്ഞാൽ ചിലപ്പം ആളിനെ കിട്ടാതെ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്ത സമയമെടുത്ത് ചെയ്യുക. 11:57 തൊട്ട് 12:45 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ചാൽ 44 മിനിറ്റ് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം കിട്ടും. ഈ സമയം വളരെ ഒരു പോസിറ്റീവ് എനർജിയുള്ള സമയം ആയതുകൊണ്ട് എല്ലാ ഗ്രഹദോഷത്തെയും മാറ്റി നിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് ശ്രദ്ധിക്കണം. റെഡ് കളറ് മിക്സ് ആയിട്ടുള്ളതോ റെഡ് കളറിലുള്ള വസ്ത്രം നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ചുവപ്പ് കളറ് നമുക്ക് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ ആൾക്കാർക്കും ചൊവ്വ ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.